വിത്ത് എ പ്ലസന്റ് മോർണിംഗ് ഞാനും വൈകും ദുർഗയും വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്തിട്ട് എൻ്റെ അമ്മയുടെ മാമൻ്റെ വീട്ടിൽ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതും ഇറക്കി വിട്ടൊന്നല്ല കേട്ടോ. ദൈവം സഹായിച്ച് കുടുംബത്തിൽ കുറെ ആൾക്കാരുള്ളതുകൊണ്ടേ കുളിക്കാൻ ഒരു ബാത്റൂം തികയില്ല. അപ്പോൾ കുളിച്ച് മേക്കപ്പ് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ കുളിന്നാനും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൊറോട്ടയും ബീഫും ഇരുന്നും നടന്നും ഒക്കെ കഴിച്ചു കേട്ടോ. പിന്നെയാണ് ഓർമ്മ വന്നത് കുളിന്നനേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരുങ്ങല് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി തകർത്തു. അങ്ങനെ ഒരുങ്ങി എല്ലാവരും ഇറങ്ങി. സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് കയറി എനിക്ക് കിട്ടിയ പണിയാണിത്. എൻ്റെ ഹെയർ സ്റ്റൈൽ മൊത്തം പോയി, ഒത്തിയോട്ട കാറ്റ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പകുതി സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. പിന്നെ ഞങ്ങൾ വീട്ടിൽ ആരുടെ പറയാണ്ട് ഞങ്ങൾ കുറച്ച് പേര് നടക്കിറങ്ങിട്ടോ. എരഞ്ഞൊഴിക്ക് പുളിയച്ചാറും ചായയും കണ്ണി കണ്ട സാധനം മൊത്തം കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് കുടുംബത്തെത്തിയപ്പോൾ എല്ലാവരും ഓരോ പണിയിലായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞു കേക്ക് കട്ടിയ സമയമായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കൊണ്ടുവന്നു വെച്ചു. കേക്ക് കട്ടിയാറായി. അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകുമ്പോൾ പാടിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിതരണത്തിന് ഇറങ്ങി ഓരോ വീട്ടിലും ഓരോ പൊതി കൊണ്ടുകൊടുക്കുക. അല്ലെങ്കിൽ സാമൂഹ്യ സേവനം ചെയ്യണം നല്ലതാ. അങ്ങനെ വീട്ടിൽ പോയി ഓരോരോ പാത്രം പൊക്കി നോക്കിയപ്പോൾ ഓരോരോ ഡിഷ്. അങ്ങനെ അതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് വെറുതെ നിൽക്കുമ്പോഴാണ് എന്നെ കഴിക്കാൻ വിളിച്ചത്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എഴുതലെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ തലേന്ന് പൊട്ടയ്ക്കും പോവില്ല. അതുകൊണ്ട് നോട്ടൊക്കെ എഴുതാണ്ടായിരുന്നു. അതൊക്കെ എഴുതി പിന്നെ കുറേ നേരം വെറുതെ കിടന്നു. പിന്നെന്താ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി. ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളോടൊന്ന് പെട്ടിയും കിടക്കി എടുത്തിട്ട് എൻ്റെ അമ്മയുടെ മാമൻ്റെ വീട്ടിൽ പോയിട്ടോ രാത്രിക്ക്. ആൻഡ് ദിസ് ഇസ് മൈ അമ്മായി. ഡ്രസ്സ് ഉണ്ടായിരുന്നു സന്യാസിന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പം എന്നാൽ ശരി, ടാറ്റ ബൈ ബൈ.